ഇന്നത്തെ ലഞ്ച് റെസിപ്പീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ കൂടെ തന്നെ ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാനിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 4 മീഡിയം സൈസിലുള്ള സവാളാണ് കേട്ടോ. ആ സ്ലൈസാക്കിയതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു സവാള ഒന്ന് റെഡിയായി വരട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് ആക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഈ ഒരു ടൈം കൊണ്ട് നമുക്കിനൊരു അച്ചാറൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഒരു മൺചട്ടിയിലോട്ട് 3-4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണോളം കടുക് ചേർത്തെടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 3-4 കഷ്ണം വറ്റൽമുളകൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് തന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും ഒരു ഫുള്ളായിട്ടിന് എടുത്തിട്ടുണ്ട് കേട്ടോ, വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താണ് കേട്ടോ. അത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തെടുക്കാം. പിന്നെ ഒരു നാരങ്ങ എന്ന് വെച്ച് നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം 4ആയിട്ട് മുറിച്ച് ഉപ്പും വിനാഗിരിയും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് ഒരു 3 ദിവസം ഒന്ന് പുറത്തേനെ വെച്ച് തന്നെ, ഫ്രിഡ്ജിലൊന്നുമില്ല പുറത്തേനെ സൂക്ഷിച്ചതാണ് കേട്ടോ. 8 തൊട്ട് 10 നാരങ്ങ വരെ എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു 8 നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റി അതൊന്ന് കുക്കാവുന്നതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും പിന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ഒരു 2 കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു കുറച്ച് ഗ്രേവി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു 3/4 കപ്പോളം തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം തന്നെ ചേർക്കേണ്ടത് ശ്രദ്ധിക്കണം കേട്ടോ. ആ തിളച്ച വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് സവാളയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 6 പച്ചമുളകും 10-12ഓളം അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. അതും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു മീഡിയം സൈസ് ഒരു കഷ്ണം ഇഞ്ചിയാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇത്രയും കൂടെ ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്കൊരു 2 തക്കാളി അരിഞ്ഞതും പിന്നെ 1 കിലോ ചിക്കനാണ് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തതായിരിക്കണം. അതും കൂടെ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ നമുക്കിതിലേക്കുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതാണ് കേട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് പെരിഞ്ജീരകം ഒരു 2-3 വറ്റൽമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗരം മസാലയിൽ. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂൺ പെരിഞ്ജീരകം അല്ലാതെ എക്സ്ട്രാ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തത്. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് ആക്കി വെച്ചിട്ട് നമുക്കിനി റൈസ് തയ്യാറാക്കിയിട്ടെടുക്കാം. ആ ഒരു ടൈം കൊണ്ട് മസാല ഒന്ന് സെറ്റ് ആക്കി കിട്ടും കേട്ടോ. അപ്പോൾ ആ റൈസിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതിൻ്റെ ഒരു കൂട്ടും പിന്നെ ചെറിയൊരു സവാള ഒന്ന് സ്ലൈസ് ആക്കിയതുമാണ്. അത്രയും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 3 കപ്പ് കൈമ റൈസാണ് കേട്ടോ. 250 ml കപ്പിൻ്റെ അളവാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോയ്ക്ക് ഒരു 1/2 കപ്പ് റൈസ് കുറച്ചിട്ട് വേണം നമ്മൾ എടുക്കാണ്ട്. ഇപ്പോൾ ഒരു 3 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കഴുകിയതിന് ശേഷം വെള്ളം കളഞ്ഞെടുത്ത് തരണം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് പിന്നെ ഒരു 3 കപ്പ് റൈസിന് 6 കപ്പ് തിളച്ച വെള്ളം പിന്നെ ഒരു പകുതി ലെമൺ ജ്യൂസൊക്കെ ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ആദ്യത്തെ ഒരു 6-7 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പിന്നെ കുറച്ചുള്ള സമയം നമുക്ക് ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് അരി ഒന്ന് വറ്റിച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്, റൈസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിട്ടെടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോട് കൂടി തന്നെ ദമ്മിട്ടെടുക്കണേ. പിന്നെ നമ്മൾ ആ ഒരു മസാലയിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടെ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇതുപോലെ ചൂടോട് കൂടി തന്നെ വെച്ച് കൊടുക്കാം. എപ്പോഴും നമ്മൾ ദമ്മിട്ടെടുക്കുന്ന സമയത്ത് ചൂടുണ്ടെങ്കിൽ ഫ്ലേവർ ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ. റൈസിനും മസാലയ്ക്കും ഒരുപോലെ ചൂട് വേണം. പിന്നെ ഇലവർഗ്ഗങ്ങളൊക്കെ ചേർത്ത് പിന്നെ കുറച്ച് നെയ്യിൽ കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഒന്ന് വറുത്ത് അതും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് അടച്ചൊരു 20 മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലൊന്ന് ദമ്മിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ചിക്കനൊക്കെ നല്ല പാകമായിട്ട് കുക്കായി കിട്ടുകയും ചെയ്യും. റൈസ് ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സ്മെല്ലോട് കൂടി ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് ഈ ഒരു റെസിപ്പി വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനായിട്ടൊന്നും മറക്കല്ലേ. അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻസ് ഇട്ട് കൊടുക്കാനും മറക്കരുത്.